ചേന്നൻപാറ ജംഗ്ഷനിലുള്ള SBR സ്നാക്സ് എന്ന മുറുക്കുകടയിൽ തിളയ്ക്കുന്ന എണ്ണയിൽ പലഹാരങ്ങൾ മുരിയുമ്പോൾ അവിടെ തീത്തുള്ളി പോലെ മുഖമുള്ളൊരമ്മയെ കാണാം. ഇത് രാധ. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ വിതുര ചേന്നൻപാറ ഭഗവതിയമ്മ നീലകണ്ഠനയ്യർ ദമ്പതികളുടെ മകൾ. ഒരു പെൺജന്മത്തിൽ താങ്ങാവുന്നതിലേറെ ദുരിതങ്ങളുടെ കടൽ താണ്ടിയ ജീവിതം. 18-ാം വയസ്സിലെ വിവാഹം ദുരിതങ്ങളുടെ കയത്തിലേക്കാണ് രാധയെ തള്ളിയിട്ടത്. 19-ാം വയസ്സിൽ രാധമ്മയ്ക്ക് മൂത്ത മകൾ പിറന്നു. പിന്നാലെ 2 പെൺകുഞ്ഞുങ്ങൾ കൂടി. രാധമ്മയുടെ ഭർത്താവ് മദ്യത്തിനടിമയായിരുന്നു. മദ്യപിച്ച് ലക്കുകെട്ട് നിരന്തരം ഉപദ്രവിക്കുന്ന ഭർത്താവും 3 പെൺകുട്ടികളും. രാധമ്മയുടെ SSLC ബുക്കും കുട്ടികളുടെ വസ്ത്രങ്ങളും വരെ ഭർത്താവ് കത്തിച്ചു. എത്രയോ തവണ വീട്ടിൽ നിന്ന് പുറത്തേക്ക് തൊഴിച്ചെറിഞ്ഞു. ദുരിതം സഹിക്കാനാവാതെ മരിച്ചാലോ എന്ന് തോന്നിയിട്ടുണ്ടെന്ന് രാധമ്മ പറയുന്നു. പക്ഷേ മക്കളുടെ മുഖം അവരെ പിന്തിരിപ്പിച്ചു. ഇപ്പോഴും അതെല്ലാം ഓർക്കുമ്പോൾ രാധമ്മയുടെ കണ്ണു നിറയും. 25 സെന്റ് ഭൂമി ഉൾപ്പെടെ ഉണ്ടായിരുന്നതെല്ലാം നശിപ്പിച്ച് ഭർത്താവ് ആത്മഹത്യ ചെയ്തു. ബന്ധുക്കളുടെ കാരുണ്യത്തിൽ 6 സെന്റ് ഭൂമിയിൽ കൂര കെട്ടി താമസിച്ചു. ഭർത്തൃമാതാവിൽ നിന്ന് ഒരു കൗതുകത്തിന് മുറുക്കുണ്ടാക്കാൻ പഠിച്ചപ്പോൾ അത് പിന്നീട് തനിക്കും മക്കൾക്കും അന്നം തരുന്ന തൊഴിലായി സ്വീകരിക്കേണ്ടി വരുമെന്ന് രാധ കരുതിയിരുന്നില്ല. റബ്ബർ ടാപ്പിങ്ങിന് പോയും സഹോദരന്റെ ഹോട്ടലിൽ ജോലി ചെയ്തും ആദ്യകാലത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും കുട്ടികളുടെ പഠിപ്പിനും ജീവിത ചെലവിനും അത് മതിയാകാതെ വന്നപ്പോഴാണ് പലഹാര കച്ചവടം തുടങ്ങിയത്. 3 മക്കളെയും പഠിപ്പിച്ചു. അവരെ വിവാഹം ചെയ്തയച്ചു. മൂത്ത മകളുടെ അപകടം, ഇളയമകളുടെ വിവാഹമോചനം എന്നിങ്ങനെ ദുരിതങ്ങൾ വീണ്ടുമെത്തി. പക്ഷേ ഈ അമ്മ തളർന്നില്ല. എല്ലാം നേരിട്ടു. ഇന്ന് മൂത്ത മകൾ ജേർണലിസ്റ്റാണ്. വിവാഹമോചിതയായ മകളുടെ മകൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിൽ പഠിക്കുന്നു. കൃത്യമായ സാമ്പത്തിക അച്ചടക്കത്തിലൂടെയാണ് ഈ ചെറിയ തൊഴിൽ ചെയ്ത് വീട്, മക്കളുടെ വിദ്യാഭ്യാസം എന്നിങ്ങനെ ജീവിത ലക്ഷ്യങ്ങൾ ഈ അമ്മ കൈവരിച്ചത്. 60-ാം വയസ്സിലും തളരാതെ പൊരുതുകയാണ് രാധ എന്ന ഈ അമ്മ.